ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. നിങ്ങൾ കോന്നിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിച്ചു എന്ന് വെച്ച് കോന്നിയിലെ ജനങ്ങളെല്ലാം LDF എഫുകാരല്ല, നല്ല കോൺഗ്രസ്സുകാരുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ കാണരുത്, രാഷ്ട്രീയമായി ഭിന്നിച്ചതിനെ കാണരുത്. നിങ്ങൾ ആ പാവങ്ങളുടെ ഈ ദുരന്തമുഖത്ത് നിങ്ങൾ ആ പാവങ്ങളെ സഹായിക്കണം. എനിക്കറിയാം, നിങ്ങൾ ഇരിക്കുന്ന പലരും അവിടെയെല്ലാം പോയിട്ടുണ്ട്. ചില ചാനലുകളുടെ വാർത്ത കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം കണ്ണു നിറയും. കാരണം അത്ര പ്രയാസകരമായ സ്ഥിതിയിലാണ് ആളുകൾ അനുഭവങ്ങൾ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ആ ഒരു വിഷയത്തെ വളച്ചൊടിക്കാനല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാലിക പ്രസക്തമായ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഒരു മിനിറ്റ് തയ്യാറായിട്ടുണ്ടോ? ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് എന്താ, ഞാൻ എങ്ങനെ പ്രളയമുണ്ടായി എന്ന് പറഞ്ഞല്ലോ, ഡാം തുറന്നു വിട്ട് സമയം ഉൾപ്പെടെ പറഞ്ഞല്ലോ, റാന്നി ടൗണിൽ വെള്ളം കയറിയ കാര്യം പറഞ്ഞല്ലോ. എന്താ അതിനുള്ള മറുപടി? കേൾക്കാൻ ആഗ്രഹമുണ്ട്. 2021 1038 mm വെള്ളമാണ് അന്ന് മഴയുണ്ടായത്. അന്ന് ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് അന്ന് കോന്നിയിൽ ഉണ്ടായിട്ടുള്ളത്. അന്നത്തെ ജില്ലാ ചുമതലയുള്ള മന്ത്രി ഈ പ്രശ്നങ്ങളെ ചെറിയ റോഡിൻ്റെ വിണ്ടുകീറ്റൽ, കൃഷിനാശം ഒക്കെ ആ സ്ഥലം സന്ദർശിക്കുന്ന ചിത്ര 2021 ഞാൻ ചോദിച്ചു, ഒരു ദിവസം ഒരു 2-3 മണിക്കൂർ ഒന്ന് മാറ്റിവെച്ചാൽ പ്രിയപ്പെട്ട മന്ത്രി, അങ്ങക്കിതൊക്കെ വന്ന് കാണരുതോ? അങ്ങക്കിതൊക്കെ കാണില്ലേ? ഞങ്ങൾക്കൊരാശ്വാസമല്ലേ? ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ എനിക്കല്ല, പാവപ്പെട്ട അവിടുത്തെ ജനങ്ങൾക്കൊരാശ്വാസമല്ലേ? ദയവ് ചെയ്ത് ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് മന്ത്രി PC വിഷ്ണുനാഥ് KPCCയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കരുത്. VD സതീശൻ KPCCയുടെ പ്രസിഡന്റായി ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കരുത്. ഈ ഘട്ടത്തിൽ KPCC പ്രസിഡന്റിനോടും KPCC വൈസ് പ്രസിഡന്റിനോടും CPIMന്റെ ഒരു ലീഡർ പറയുന്ന ചോദ്യമല്ല, മറിച്ച് കോന്നിയുടെ MLA എന്ന നിലയിൽ ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും ഈ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് ചുമതലയുള്ള മന്ത്രിയോടും പറയുന്ന അഭ്യർത്ഥനയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. അഭ്യർത്ഥനയാണ്. തീർച്ചയായും നിങ്ങളെല്ലാം കണ്ടല്ലോ. ആദ്യം രാജു എബ്രഹാം ഇത് ഡാം തുറന്നു വിട്ടു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ അറ്റാക്കാണ്, സൈബർ അറ്റാക്കാണ്. എന്ത് രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിതിൻ്റെ വസ്തുത പറഞ്ഞു. ഞങ്ങളാരും മിണ്ടരുത്, അതാണ് ഇവരുടെ ഉദ്ദേശം. ഇത് പറഞ്ഞാൽ ഇതായിരിക്കും അനുഭവം. ഞങ്ങളാരും മിണ്ടരുത്. ഞങ്ങളുടെ തോക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ പറയുന്നു, ഇത്തരം നെറികേടുകൾ ഞങ്ങൾ പറയും. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, പിന്നെ ആരുടെ ഉത്തരവാദിത്വമാണ്? ഞങ്ങളിത് പറയണ്ടേ? ഡാം എന്തിനാ പറയുന്നത്? 18 തൊട്ട് 26 വരെ ഉണ്ടായിട്ടില്ല. ഇനിയും അടുത്ത വർഷം ഇത് ആവർത്തിക്കരുത്. എത്ര പാവപ്പെട്ടവരാണ് നിങ്ങൾ കണ്ടില്ലേ? റാന്നിയിലെ കടക്കാരെ ഇനിയും പോയി നമ്മൾ ആശ്വസിപ്പിക്കാൻ പറ്റും? നിങ്ങൾ വാ, ഒരു പവർ ഹൗസ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടെന്നേ അവിടെ ഡാം തുറന്നു വിട്ട്. അതിൻ്റെ കണക്കുണ്ട്, രേഖകളുണ്ട്. നിങ്ങളൊരു അറിയിപ്പ് കൊടുത്താൽ ഒന്നും വേണ്ട. 12:25 ഒരു മൈക്കിപ്പോൾ എല്ലായിടത്തും കെട്ടിയിട്ടിട്ടുണ്ടല്ലോ. റാന്നി ടൗണിൽ ഒരു അനൗൺസ്മെൻറ്റ് അന്നേരം തുറന്നിടുന്ന സമയത്ത് ചെയ്തായിരുന്നെങ്കിൽ റാന്നി കടകളിൽ വെള്ളം കയറുമായിരുന്നോ? ഇത് പറയുന്ന രാഷ്ട്രീയമാണോ? ഇത് പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, അദ്ദേഹം ജനം ചോദിച്ചു തുടങ്ങി. മന്ത്രി വിഷ്ണുനാഥ് ചെയ്ത് ശരിയല്ല, മുഖ്യമന്ത്രി ചെയ്ത് ശരിയല്ല എന്ന് ജനം തന്നെ മനസ്സിലാക്കി. കാരണം ജനം ഇത് തിരിച്ചറിഞ്ഞു. കാരണം ഒരു MLA മാത്രം LDF ആയതുകൊണ്ട് ഇത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം കോന്നിയിലാകെ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു എന്ന കാപട്യം, മനസ്സിലായോ? ആ കാപട്യം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് മന്ത്രിയായ അദ്ദേഹവും തയ്യാറാകുന്നത്. മാന്യതയോടെ രാഷ്ട്രീയ പ്രവർത്തനവും ദുരന്ത നിവാരണ പ്രവർത്തനവും എല്ലാം ഒപ്പം ചേർന്ന് നിന്ന് ചെയ്ത ഒരാളാണ്. ഇപ്പോഴും പറയുന്നത് ഞാൻ പറയാത്ത പല കാര്യങ്ങളുമുണ്ട്. കാരണം അതൊക്കെ എൻ്റെ മാന്യത വെച്ചാണ് പറയാത്തത്. അപ്പോൾ ഇവർ തീർത്തും രാഷ്ട്രീയം തന്നെ കളിച്ച് മുമ്പോട്ട് പോവുകയാണ്. പറയുകയല്ല, മാർഗ്ഗമില്ലല്ലോ. യെസ്.